ഇന്ന് നമ്മൾ ഒരു പുതിയ ഐബ്രോ പ്രൊഡക്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ ഫേസിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താ, ഈ ഒരു പുരുകാണ്. വെട്ടും കുത്തും കേട്ടോ, അതേപോലെ തന്നെ അങ്ങനെ ഷേപ്പില്ല, അങ്ങനത്തെ ഒരു പുരുകാണ്. പക്ഷെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. ഇപ്പം കുറച്ചെങ്കിലും ഒരു അഭംഗി തോന്നുന്നത് ഇതാ ഈ ഒരു വളർന്ന് നിൽക്കുന്ന പുരികങ്ങളാണ്. ത്രെഡ് ചെയ്യാൻ മടിച്ചിട്ടാണ് കേട്ടോ. ഇത്രയും വളർന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴാണ് ഇത്രയ്ക്കും അവസ്ഥ ഞാൻ കണ്ടത്. എന്നിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ത്രെഡ് ചെയ്യുന്നതല്ല, നമ്മൾ ഷേവ് ചെയ്യുന്ന മോഡുണ്ടല്ലോ, ഐബ്രോ ഷേവ് ചെയ്യുന്നത്, അത് കൊണ്ടുവന്നപ്പം അതിനാണെങ്കിലും മൂർച്ചയില്ല, അത് പോരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നിരുന്നു. പൊതുവേ മടി പിടിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട്. അപ്പോൾ ഞാൻ സ്വന്തം മോട്ടിവേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഞാനിതൊക്കെ ത്രെഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പുരിക്കത്തിൽ തന്നെയാണിത് ട്രൈ ചെയ്ത് കാണിക്കണം കേട്ടോ. പിന്നെ ഒരു ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലവ് ചൈൽഡ് മസബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. ഇതൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് കാണുന്നത്. ഇത് നമ്മുടെ ചാമേഴ്സി മിലാനോൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഐബ്രോ പെന്നാണ്, അൾട്രാ തിൻ സ്ട്രോക്ക് ഐബ്രോ പെന്നാണ്. ഇതേപോലെ തന്നെ കണ്ടോ സ്ട്രോക്കായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ കട്ടിയുള്ള പുരികത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നീട്ടി സ്ട്രോക്ക് ഇടാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ പുരികത്തിൽ ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് കാണിക്കുന്നുണ്ട്, അപ്പോഴേ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ ജസ്റ്റ് ഒരു ചെറിയ മിറർ പിടിച്ചിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നോക്കി എഴുതുന്നതിനെ കൊണ്ടുള്ള ചില മിസ്റ്റേക്കുകളുണ്ട്. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുരികം പുരികമൊക്കെ കറക്റ്റ് ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിരിക്കും. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ ആ പുരിക എടുക്കാത്തതിൻ്റെ പ്രശ്നം ഈ ഒരു വീഡിയോയിൽ കാണാനുണ്ട്. ബട്ട് ഓക്കെ, നല്ല സംഭവമാണ്. എഴുതി കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സമയം അവർ റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മേടിക്കാമല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പം ഇതേപോലെ നമ്മൾക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ബ്രൗൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കാട്ടാളി ലുക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കി കണ്ടൊക്കെ വരയ്ക്കണം. അതേപോലെ കുറച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കളറ് വരുന്നുണ്ട്, നല്ല കളറ് കിട്ടുന്നുണ്ട്. കണ്ടോ, നമ്മൾ ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുൾ കളയാണ്ട് എഡിറ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഇട്ടത്. ഇതിന് റേറ്റ് 400 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് കറക്റ്റ് റേറ്റിൽ കാണില്ല. പിന്നെ ഇത് എഴുതി കഴിഞ്ഞാൽ പോവില്ല കേട്ടോ, അങ്ങനെ തന്നെ പുരികത്തിലിരിക്കും. ഇട്ട് അപ്പം തന്നെ തുടച്ച് ചിലപ്പോൾ പോവുമായിരിക്കും, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൊട്ട് പോയി കഴിഞ്ഞാൽ അത് പോവില്ല, അങ്ങനെ തന്നെ നിൽക്കും. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യണതിന് മുൻപായിട്ട് ഒരു എന്തെങ്കിലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഓയിലൊക്കെ മാറ്റിയിട്ട് എഴുതുകയാണെങ്കിൽ ഒരുപാട് നേരം വെച്ചാൽ അത് പോവില്ല. നമ്മൾ നല്ലോണം സോപ്പിട്ട് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടൊക്കെ കഴുകി കളയുമ്പോഴേ അത് പോകുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ഒരു പുരികത്തിൽ എഴുതിയപ്പോഴുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ പുരികത്തിൻ്റെ ഈ ഒരു ടോപ്പ് വശങ്ങൾ ഉള്ളൊക്കെ എഴുതുമ്പോൾ അങ്ങനെ നമുക്ക് സ്ട്രോക്ക് കിട്ടുന്നില്ല. കണ്ടോ, ഞാനിങ്ങനെ ചെരിച്ചാണ് എഴുതുന്നത്. പക്ഷേ ഇങ്ങനെ മേലേക്ക് നമുക്ക് വെറുതെ എഴുതാൻ പറ്റില്ല. അതായത് ഇപ്പം എന്താ പറഞ്ഞു തരിക, ഇപ്പം എൻ്റെ പുരികം കണ്ടോ, ഈ നടുവശത്ത് നമുക്ക് ഓരോ പുരികങ്ങൾ പോലെ ഇതുണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ഓക്കെയാണ്, നമുക്ക് ആ ഒരു സ്ട്രോക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള പോർഷനിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതേപോലെ എൻ്റെ പുരികത്തിന് അങ്ങനെ സ്ട്രോക്ക് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാലും പല ഭാഗത്തും ഇതില്ലാത്തതും കൊണ്ട് ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഫുൾ കവറായിട്ട് കിട്ടണില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ ആദ്യം മുതലേ നമ്മളെ പുരികത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ വരയ്ക്കാനാണെങ്കിൽ അപ്പം നമുക്ക് നല്ലൊരു സ്ട്രോക്ക് പോലെ ഇടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ നല്ല വീതിയുള്ള പുരികക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളിടത്തൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. അപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ അറിയാമല്ലോ, ബാക്കിയുള്ളവർക്കും കൂടെ വീഡിയോ കാണുന്ന സമയത്ത് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാനിപ്പം ഈ ഒരു പ്രൊഡക്റ്റിൽ അഡിക്റ്റാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ടോ, ഞാൻ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് നോക്കുകയാണ്. അതായത് ആ ഒരു പുരികങ്ങൾ പറിക്കാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ പുരിയൊക്കെ ത്രെഡ് ചെയ്തിട്ട് എപ്പോഴും മേക്കപ്പ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും പുരിയൊക്കെ ചെയ്താലും നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്താലോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മോയ്സ്ചറൈസർ, ഈ ഒരു ഡെർമാകോയിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. അതിനുശേഷം നമുക്ക് ബാക്കിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. പുരി ആദ്യം എഴുതിപ്പോയില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാമെന്നാണ് വിചാരിച്ചേട്ടോ. അപ്പം എന്തായാലും കുറച്ച് പ്രൊഡക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇപ്പോൾ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് മേക്കപ്പ് വീഡിയോ ആക്കാന്നുള്ളത്. അപ്പം ഇത് ഡെർമാകോയിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ ഓൾറെഡി നേരത്തെ കുളി കഴിഞ്ഞ സമയത്ത് മോയ്സ്ചറൈസർ ഇട്ടതാണ്.
പക്ഷെ ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ഒരു സ്ട്രോക്ക് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അധികം ഇടുന്നില്ല. അതൊരു മോയ്സ്ചറൈസർ പ്ലസ് ഒരു ക്രീമും കൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിലാണ് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ ഒരു സെയിൽ നടക്കുന്നുണ്ട്. ആമസോണിൽ നമ്മുടെ വാർഡ്രോബ് പ്രീഫർ സെയിലാണ് 6-ാം തീയതി മുതൽ, ഇന്ന് മുതൽ 11 ഡിസംബർ വരെയാണ്. 1500+ ബ്രാൻഡിൽ നമുക്ക് 50 മുതൽ 80% വരെ ഓഫുണ്ട്. അതേപോലെ തന്നെ 3 lakh+ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നമ്മളെ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലും കൂടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സെയിലിൻ്റെ സമയത്ത് മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറവിന് സാധനങ്ങൾ മേടിക്കാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇത് ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിന്നൊക്കെയാണ് പറയുക കേട്ടോ. നോൺ ഗ്രീസി ആൻഡ് ഹൈഡ്രേറ്റഡ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തീരാനായി. അപ്പം ഇതാണ്. ഇത് കഴിഞ്ഞാൽ വേറൊരു മോയ്സ്ചറൈസർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. അത് യൂസ് ചെയ്യുമ്പോൾ അടുത്തത് ഞാനൊരു സ്ട്രോക്ക് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമാണ് വിത്ത് ഷിയ ബട്ടർ ആൻഡ് ഹൈലൂറോണിക് ആസിഡ് സ്ട്രോപ്പ് യുവർ വേ റോസ് ഗോൾഡ്. അപ്പം ഇതാണ് ആ ഒരു സ്ട്രോക്ക് ക്രീം എന്ന് പറയുന്നത്. നല്ല ഒരു ഞാൻ മെയിനായിട്ടും ഇത് നോക്കിയത് ഒരു ഹൈലൈറ്ററിന് വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്കിന്ന് ഓവർ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ഇട്ടെന്ന് അറിയാൻ വേണ്ടി പാടില്ല, പക്ഷെ ഒരു ഗ്ലോ വേണം എന്നൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിറർ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് വെച്ചിട്ടിടാം. കുറച്ചൊന്നും വേണ്ട കേട്ടോ. അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചിലരിത് മോയ്സ്ചറൈസറും അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇങ്ങനെ തിളക്കം അറിയില്ലേ, അതേപോലെ കിട്ടും കേട്ടോ. മുഖത്തിന് ഭംഗിയാണ്, ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ കുറേ റിവ്യൂ. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് കണ്ടോ മനസ്സിലായി. ഒരു ഇൻസ്റ്റന്റ് ഒരു ഇല്ലുമിനേഷൻ എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. ഇതിൽ നമുക്ക് കുറേ ഷെയ്ഡ് ഉണ്ട്. അതായത് ഗോൾഡ്, പീച്ച്, പിങ്ക്, പിന്നെ ഞാനെടുത്ത റോസ് ഗോൾഡ്, സിൽവർ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നും ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഒരു 479 രൂപയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു പ്രൈസ് എന്ന് വരുന്നത്. പക്ഷേ ഒരു ഭംഗി കിട്ടും കേട്ടോ. നമുക്കിത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പോലെ അല്ലെങ്കിൽ ഒരു പ്രൈമർ പോലെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഇതുണ്ടോ, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ഗ്ലോ കിട്ടും. ഇതാണ് സംഭവം. നമുക്ക് ഒരു നാച്ചുറൽ ഗ്ലോ ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് വരുന്ന, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഗ്ലോ എന്ന് പറയില്ലേ, അതേപോലത്തെ സംഭവം കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് എടുത്ത് അങ്ങനെ ഒരു ഗ്ലോ എന്നല്ല, പക്ഷെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ ഉണ്ടേനും. അങ്ങനെ വെക്കുമ്പോൾ നല്ലതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഇതും ഫേസസ് കാനഡേൻ്റെ ഒരു എന്തായിരുന്നു ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുറേ ഷോർട്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണേൽ ട്രൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ട്, ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നില്ല, ഫൗണ്ടേഷൻ അങ്ങനെ ഇടാറില്ല. അതായത് മേക്കപ്പ് ഇല്ലെന്ന, അതായത് നമ്മൾ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാണ്ടൊന്നും പുറത്ത് പോകുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് വേണമെങ്കിൽ ഇതിട്ടിട്ട് കോമ്പാക്ട് പൗഡർ ഉണ്ട് കേട്ടോ. ഞാൻ ഇത് വെച്ചുകൊണ്ട് കാണിച്ചത് മാത്രം. ഇപ്പം എനിക്ക് എന്തായാലും കണ്ണാടി ആവശ്യമുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫേസസ് കാനഡയിൽ തന്നെ കോമ്പാക്ട് പൗഡറാണ്. ഇതാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇതിനെടുത്തത് മാത്രം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു സ്ട്രോക്ക് ക്രീം ഇട്ടിട്ട് ഈ ഇടരുത് കേട്ടോ. എന്താ പറയുക, ഫേസസ് കാനഡയുടെ കോമ്പാക്ട് ആയാലും നമുക്കൊരു മാറ്റ് ലുക്കിലേക്ക് പോകും. ഇപ്പം നമ്മുടെ സ്കിന്നിന് ഒരു ഓയിലി ഗ്ലോയി ഡൂയിസ് ആ ഒരു ടൈപ്പാണ് സ്കിന്നിരിക്കുന്നത്. അപ്പം അതിന് പുറമെ നമ്മൾ കോമ്പാക്ട് ഇടണ്ട. വേണമെങ്കിൽ നിങ്ങൾ കോമ്പാക്ട് ഇട്ടിട്ട് അതിൻ്റെ പുറമെ അപ്ലൈ ചെയ്തൊന്നാലും കുഴപ്പമില്ല. പിന്നെ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കാജൽ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെബലൈൻ്റെ കൊളോസൽ കാജലാണ്. അപ്പോൾ ഇത് പുതിയതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാം. ഈ ഒരു കാജലിൻ്റെ റേറ്റ് എന്ന് പറയണത് 101 രൂപയുള്ളൂ കേട്ടോ. പിന്നെ MRP കാണിക്കുന്നത് 199 രൂപയാണ്. പക്ഷേ നമുക്ക് ഓഫറിനായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തല്ലോ, ആമസോണിൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 101 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവരുടെ, അതായത് ഇത് അതേപോലെ തന്നെ നമ്മുടെ ഫേസസ് കാനഡേൻ്റെ പിന്നെ ലാക്മേൻ്റെ ഈ ഒരു കാജലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എല്ലാം നല്ല തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ കാജലൊന്നും അങ്ങനെ ഇതിനെക്കാട്ടും നല്ലത് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ മൂന്നും അതേപോലെ തന്നെ വേറെ ഏതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ മറന്നുപോയി. ഇപ്പം ഈ ഒരു 3 കേസ് പറയുകയാണെങ്കിലും 3 എനിക്ക് ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാജലാണ്. നല്ല കണ്ടോ, ഡാർക്ക് ഡീപ്പ് കളർ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ട്, നന്നായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 0.35 ഗ്രാമാണ് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത്രയും ഗ്രാമാണ് വരുന്നത്. പെട്ടെന്ന് തീർന്നൊന്നും പോകില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാണിക്കാൻ മറന്നുപോയി. നമ്മളുടെ ഈ ഒരു ഫേസസ് കാനഡൻ്റെ ഈ ഒരു മാഗ്നറ്റ് ഐസ് കാജലാണ്.
എഴുതാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഭയങ്കര തിന്നായിട്ടുള്ളതും ഇതിൻ്റെ കണ്ടോ ഈ ബ്രഷ് ആണെങ്കിലൊക്കെ നല്ല ഈസിയാണ്. കണ്ടോ ഞാൻ പറഞ്ഞത് എഴുതുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പം ഇങ്ങനൊരു വിണ്ട് ഇങ്ങനെ വിട്ട് നിൽക്കും. അത് എനിക്ക് വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ ഐടെക്സിൻ്റെ ഒന്നും അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ തുടച്ചാൽ ഇങ്ങനെ മാഞ്ഞു പോയി സ്പ്രെഡ് ആവും. ഇതങ്ങനെ പരന്ന് മാഞ്ഞു പോവില്ല, പകരം ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 175 രൂപയാണ്. ചില നമ്മൾ ഐലൈനറൊക്കെ എഴുതിയിട്ട് നമ്മൾ വൈകുന്നേരം വന്നിട്ട് മുഖം കഴുകുമ്പോൾ പിന്നെ കണ്ണിൻ്റെ ചുറ്റും ഭയങ്കര ഡാർക്ക് ആയിരിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്താൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഗ്രീൻ, അതേപോലെ തന്നെ ബ്രൗൺ, ബ്ലൂ, ബർഗണ്ടി, പർപ്പിൾ അങ്ങനത്തെ കളറൊക്കെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ്, എഴുതി കഴിഞ്ഞാലൊക്കെ നല്ല സംഭവമാണ്. അതേപോലെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും, പിന്നെ ഒരു ഗ്ലോസി ഫിനിഷ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മസ്കാര യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പെടുന്നത് ഈ ഒരു ഫേസസ് കാനഡൻ്റെ മാഗ്നറ്റ് നമ്മൾ നേരത്തെ കാണിച്ച റേഞ്ചില്ലേ അതിൽ വരുന്ന തന്നെ ഒരു മസ്കാരയാണ്. ഇത് നല്ല അടിപൊളി സംഭവമാണ് മസ്കാര. ഐലാഷസ് ഒക്കെ നല്ല വിടും, നല്ല ഭംഗിയിൽ നിൽക്കും. ഞാൻ എപ്പോഴും അത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതോ റിവ്യൂവിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ ഈ കണ്ടുണ്ടോ, അതിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഡിഫറൻസ് അറിയുന്നുണ്ട്. നമ്മൾ മസ്കാര എഴുതുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ നല്ല വിടർന്ന് നല്ലൊരു ഹെൽത്തി ലുക്ക് തോന്നില്ലേ, നല്ല ഭംഗിയുണ്ടോ. ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് മസ്കാര ഇടാൻ മാത്രം ഇഷ്ടമാണെന്ന്. കാരണം കണ്ണിന് ആ ഒരു എനർജി എപ്പോഴും തോന്നും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ആ മേലത്തെ ഇതിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കണ്ടോ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ഇതിലും കൂടെ കൊടുക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 260 രൂപയാണ് കേട്ടോ. പക്ഷേ MRP ശരിക്കും 399 രൂപ വരുന്നുണ്ട്. 30% ഓഫാണ്. കണ്ടോ എത്രത്തോളം വ്യത്യാസം ഉണ്ടത്. കണ്ണിപ്പോൾ നല്ല വിടർന്നിരിക്കുന്നില്ലേ. അതാണ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ലിപ് ലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ലിപ് ലൈനർ അപ്ലൈ ചെയ്യാം. മുമ്പത്തെയും കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലിപ് ലൈനർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ലിപ് ലൈനർ ആയിരുന്നു. ലിപ് ലൈനർ മാത്രം ഇട്ടിട്ട് സ്കൂളിൽ പോയിരുന്നു കേട്ടോ. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ലിപ് ലൈനർ ഇടാൻ തുടങ്ങിയത്. എന്താണെന്നറിയില്ല, അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് കുറച്ചും കൂടെ ലിപ്സിൻ്റെ ആ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡുമായിട്ട് വെച്ചിട്ടുള്ള ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് കളർ ആ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ഷോപ്പിലൊക്കെ നോക്കി, എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ലിപ് ലൈനറിൻ്റെ ബ്രൗൺ കിട്ടാൻ ഭയങ്കര ടഫാട്ടോ. ബാക്കി എല്ലാ കളേഴ്സും ഉണ്ടാവും, പക്ഷേ ഇത് മാത്രം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എല്ലാവരും മേടിച്ചുകൊണ്ടുപോകണം മിക്കവാറും ഈ ഒരു കളറാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പോൾ ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്വിസ് ബ്യൂട്ടീൻ്റെ ബോൾഡ് മാറ്റ് ലിപ് ലൈനറാണ്, അടിപൊളിയാണ്. അതിൽ 2 എണ്ണം മേടിക്കണം കേട്ടോ. നമുക്ക് മിനിമം 2 എണ്ണം വേണം. കുറേ ഷെയ്ഡ് വരുന്നുണ്ട്. ഞാനെടുത്തത് ഷെയ്ഡിൻ്റെ പേരെന്താ 06 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ആ ഒരു ബ്രൗൺ വരുന്നതാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 48 രൂപയുള്ളൂ. അറിയോ, 48 രൂപയുള്ളൂ ഒന്നിന്. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ ഇത് ലവ് ചൈൽഡ് മസബേൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ആദ്യമായിട്ട് ഞാൻ മേടിച്ച് നോക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കളർ നല്ലൊരു ഇൻറ്റൻസ് കളർ കിട്ടുന്നുണ്ട്. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ന്യൂഡ് പിങ്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിങ്ക് ന്യൂഡ് അങ്ങനെ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ന്യൂഡ് പിങ്കാണ്. 489 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. MRP 600 രൂപയാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മുഖത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം മുഖം ഇതുപോലെ ഇരിക്കും. ഇതേപോലെ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, അതേപോലെ പുതുതായിട്ട് ഞാനിപ്പോൾ ട്രൈ നോക്കി തന്നെ ഈ ഒരു ഫേസസ് കാനഡേൻ്റെ ഈ ഒരു സ്ട്രോ ക്രീം, അതേപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, അത് 3 എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, പക്ഷെ നന്നായിട്ടുണ്ടേനും. ഈ ഒരു ലിപ്സ്റ്റിക്ക് ആണെങ്കിലും കളർ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് റിമൂവ് ആയി പോയിട്ടോ. നമുക്കിങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നല്ല, തുടച്ചാൽ അത് റിമൂവ് ആയി പോകും. ഈ ക്രീം ആണെങ്കിലും കണ്ടോ, നമ്മൾ വെയിലൊക്കെ അടിക്കുമ്പോൾ മുഖത്തിന് നല്ലൊരു ഗ്ലോ, അല്ലെങ്കിൽ കണ്ടോ നല്ലൊരു ഫിനിഷ് ഉണ്ട് കേട്ടോ. നമ്മുടെ മുഖത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊരു പൊട്ടും കൂടെ, എന്തായാലും ഇത്രയും മേക്കപ്പ് ഇട്ടല്ലേ. അപ്പോൾ ഈ ഒരു പൊട്ടും കൂടെ തൊട്ടെടുക്കുന്നുണ്ട്. സ്ഥിരം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പൊട്ട്, ഐടെക്സ് പല്ലവി കുങ്കും സ്പോട്ട് 2 in 1. അപ്പം 2 in 1 വേണം അതങ്ങനെ. അപ്പോൾ ഈ ഒരു പൊട്ടും കൂടെ ഇട്ടെടുത്താൽ ഇതേപോലെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഏതാ വേണ്ട വെച്ചാൽ ചെക്ക് ചെയ്ത് മേടിച്ചോളൂ. അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ L18 ആണ് നെയിൽ പോപ്സ് ആണ്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പം അതാണ് ഈ ഒരു നെയിൽ പോളിഷ്. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.